വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഈ സമയത്ത് വീട്ടിൽ ഇരുന്ന് വല്ല ചായയും പഴംപൊരി അങ്ങനെ കഴിക്കാനുള്ള നേരത്ത് ഈ കനകക്കുന്നിൽ ഇവിടെ ഒരുപാട് പേര് വരാം, കാണാൻ പരിപാടിയുണ്ട് എന്നും പറഞ്ഞ് വിളിച്ചോണ്ടതാ. ഒരു പരിപാടി ഇല്ല, ഒന്നുമില്ല. സത്യം പറഞ്ഞ അത് എടാ വിഷു ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്തെങ്കിലും പരിപാടിയാണെന്നും പറഞ്ഞാണ് പിന്നെ വിളിച്ചിട്ട് പരിപാടി ഇവിടെ വന്നിട്ട് ഇതാ വാരി തിരിഞ്ഞ് കിടക്കുന്നത്. കട പോലും ഇല്ല, ഒരു വെള്ളം വാങ്ങിച്ചു കുടിക്കാനുള്ള കട പോലും ഇല്ല ഇവിടെ. പക്ഷെ ഇവിടെ നല്ല രസമായിട്ടുണ്ട് അല്ലേ? കനകക്കുന്ന് കൊട്ടാരത്തിന്റെ ഹിസ്റ്ററി എന്താണ് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിപ്പോ സ്ഥിരം ഇവിടെ വന്നിട്ട് നേരെ മ്യൂസിയം കയറുന്നു, പിന്നെ കനകക്കുന്നി ഒന്ന് കറങ്ങുന്നു, പിന്നെ ഒരു 2 കറക്കം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് പിന്നെ അവിടെ എവിടെയെങ്കിലൊക്കെ ഇരിക്കും. ഇതാണ് സാധാരണ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. നിനക്ക് എന്തറിയാം കനകക്കുന്നിനെ കുറിച്ച്? പറ, കേക്കട്ടെ. ഞാൻ വിചാരിച്ച് ഇവന് കുറച്ചെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്. ഓ എന്നെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇവൻ ഇത് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഈ കൊട്ടാരത്തിന്റെ ഹിസ്റ്ററി നിനക്ക് എന്തെങ്കിലും അറിയാം? ഹിസ്റ്ററി കൊട്ടാരത്തിന്റെ ഹിസ്റ്ററി AD 1925 ഈ കൊട്ടാരം നിലവിൽ വന്നത്. ഞാൻ എന്തിനാണെന്ന് അറിയാമോ നിന്നെയും വിളിച്ചോണ്ട് വന്നു? ഞാൻ വട്ടായി പ്രാന്തായി നിൽക്കുമ്പോഴത്തേക്ക് ഒരു മണ്ടനെ കൊണ്ടുവരാം. പിന്നെ സത്യത്തിൽ ഞാൻ പറഞ്ഞ എന്താ, ഞാൻ പറഞ്ഞ ഇവിടെ വീട്ടിൽ അല്ലല്ല, അത് മാറിക്കിട്ടുമെന്ന്. അത് നിന്നെ വിളിച്ചോണ്ട് വരുമ്പോഴേ അങ്ങനെ ഇങ്ങനെ ആൾക്കാരുണ്ടെന്നുള്ളൊരിതേ. ഇങ്ങനെയൊന്നുമല്ല കഥ, ഇങ്ങനെയൊന്നുമല്ല. എവ എന്നെ താറ്റാൻ വേണ്ടി ഇരിക്കുന്നതാണ്, ഉള്ള കാര്യം പറയല്ല. അതങ്ങ് മാറിക്കിട്ടും. യവന് സത്യം പറഞ്ഞാൽ കണ്ടന്റ് കിട്ടാത്തോണ്ടാണ്. കണ്ടന്റാ ഇത് തന്നെ കണ്ടന്റ്. നിന്റെ കൂടെ സംസാരിക്കുന്ന തന്നെ കണ്ടന്റ്. സംസാരിക്കുമ്പോ തന്നെ എനിക്ക് കണ്ടന്റ് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലേ ഓരോ കണ്ടന്റ്. എന്നാലും ഒരു 3-4-5 വർഷമായല്ലേ നിന്റെ കൂടെ നടന്ന്? പണ്ടാണെങ്കിൽ നമുക്കൊരു ചരിത്രമുണ്ട് ഗൈസ്. അത് നിങ്ങളിപ്പം വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാ. നമ്മൾ രണ്ടുപേരും കൂടെ വീഡിയോ പിടിക്കാൻ നടക്കുമായിരുന്നു. അത് പിന്നെ നാട്ടുകാരായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ വെളിയിൽ നിന്ന് ഔട്ട്സൈഡ് കാണുന്ന കുറച്ച് പേർക്ക് അറിഞ്ഞൂടായിരിക്കും. അന്ന് യവൻ കാണിച്ചു കൂട്ടിയ കുറെ സംഭവങ്ങളുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല. അതൊക്കെ ഒരു കാലം. ഞാൻ മനിനായി. ഇപ്പോൾ എന്റെ വീഡിയോയിൽ എപ്പോഴും ഞാൻ സ്റ്റാൻഡേർഡ് വേണ്ട. അയ്യോ പിന്നെ നിനക്ക് ഈ തിരുവനന്തപുരത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? 3-4 അഭിപ്രായം പിടിച്ചോ. ഇനി ഒരു ആംഗിള് മാറ്റി പിടിക്കാം. ഓക്കെ, തിരുവനന്തപുരത്തിനെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എവിടെ പോയാലും എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ബിരിയാണി കഴിക്കണം. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുള്ള ഈ ആയുർവേദ കോളേജിന്റെ അവിടെ ഒരു ഷോപ്പുണ്ട്. അപ്പൊ അവിടെ പോയി ഞാൻ സ്ഥിരം ബിരിയാണി കഴിക്കുമായിരുന്നു. പൈസ കൊടുക്കാതെ കിട്ടും? പൈസ കൊടുക്കാതെ കിട്ടില്ല. അവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആയുർവേദ ഇതുണ്ടല്ലോ, ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അതിന്റെ ആയുർവേദ കോളേജ് ഉണ്ടല്ലോ അതിന്റെ അടുത്തുള്ള. അപ്പൊ തിരുവനന്തപുരത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അതാണ്, ബിരിയാണി. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മ്യൂസിയത്തൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുക, പിന്നെ കുറച്ചു നേരം നമ്മളെ കോവളം ബീച്ചിലൊക്കെ പോയിരിക്കുക, അല്ലെങ്കിൽ വർക്കലൊക്കെ പോയിരിക്കുക. അങ്ങനെ ബീച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അത്രയും സാധനങ്ങളൊക്കെ ട്രിവാൻഡ്രം ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യണം. ബാക്കി പിന്നെ എന്താണ്, കൊച്ചിയും ട്രിവാൻഡ്രം ഒരു പെണ്ണിനെ നിനക്ക് കിട്ടട്ടെ, പിന്നെ ബീച്ചിലൊക്കെ പോയി ഇരിക്കുക. പിന്നെ പോയി ഞാൻ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കാം. ബീച്ചിൽ പോയി ഇരുന്ന് പെണ്ണില്ലാതെ വരല്ലേ ദിവസം? എന്നെ താറ്റായിരിക്കും. ഞാൻ ചുമ്മാ ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ആരും ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കല്ലേ. ഇവരാണെങ്കിലേ എന്നെ താറ്റാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെന്തെന്ന് വെച്ചാലേ, ഇവിടെ ഇരുന്നാലെന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം സിറ്റിയിലെ മൊത്തവും കാഴ്ച കാണാൻ പറ്റുമെന്നായിരിക്കും നിന്റെ ധാരണ. ഇങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. ഇത് ഇവിടെ ഈ 2 റോഡും ഈ കുറച്ച് വണ്ടികൾ പോണത് മാത്രമേ ഇവിടെ നിന്നാ കാണാൻ പറ്റത്തുള്ളൂ. അതൊക്കെ അങ്ങനെ, അങ്ങനെ ഒരു സംഭവം ഇല്ല. വേറൊരു കേസുണ്ട്. നീ ഇവിടെ നിന്ന് പണ്ട് ഇതേപോലെ ഒരു തള്ളടിച്ചിട്ട് അവസാനം ഈ പന നിങ്ങൾ കണ്ട ഇതുകൊണ്ട് ആ നിൽക്കണ പന, ഇത് ഇവിടെ ഒരു പനയുണ്ട്, ഇവിടെ ഒരു പന നിൽക്കണേ. അപ്പൊ ഞാൻ PSC പഠിച്ചെന്ന് പറഞ്ഞത് ശരിയാണ് എന്നും പറഞ്ഞ് ആ പനയല്ല ഞാൻ പറഞ്ഞ. പണ്ടാണെങ്കിൽ പണ്ട് നമ്മളൊരു ചലഞ്ച് വെച്ചിട്ട് ഈ പനയില് ഇതേപോലത്തെ ഒരു പനയില് വലിഞ്ഞഴിഞ്ഞ് കയറിയിട്ടുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് ഓർമ്മയിട്ടല്ലോ. ഞാൻ എന്റെ വീഡിയോ ഉണ്ട്, വീഡിയോ പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. ധൈര്യമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടാ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ. പണ്ടൊരു പൂക്കുറ്റി വ്ളോഗ് എന്ന് പറയുന്നത് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതില് ആവർത്തി മരത്തിക്കാൻ എല്ലാം കാണാം. വ്ളോഗേ ഇല്ല, അതൊക്കെ പോയി നശിച്ചു, അതെല്ലാം നശിച്ചു.
ഇപ്പോഴും ഉണ്ട്. അല്ല നീ പറഞ്ഞല്ലേ ഈ കൊട്ടാരത്തില് എന്താണ് നിനക്കറിയാമോ ഇതിന്റെ? ഇല്ല എനിക്ക് ഇതിന്റെ തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞ ഇതിന്റെ ഹിസ്റ്ററി അറിഞ്ഞൂടോ, എനിക്ക് അറിഞ്ഞൂടോ. പിന്നെ നീ വലിയ കാര്യത്തിൽ പറഞ്ഞതാ. നീ അല്ലേ വലിയ PSC ഒക്കെ പഠിച്ചു കൊണ്ടുവന്ന. അല്ല നമ്മൾ ഈ വീഡിയോയുടെ കാരണം എന്താ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക്